ഇടുക്കി അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. താഴത്തെ കല്ലാറിലാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. 2018 പ്രളയത്തിൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്നാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ദേശീയപാതയോരത്ത് താഴത്തെ കല്ലാറിലാണ് കല്ലാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. 2018 പ്രളയത്തിലുണ്ടായിരുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചതോടെ മറ്റൊരിടത്തേക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മാറ്റി സ്ഥാപിച്ചിരുന്നു. പിന്നീട് പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ നല്ലൊരു ആശുപത്രി ഉണ്ടായിരുന്നായിരുന്നു. 2018 പ്രളയത്തിന്റെ ഇത് വന്നപ്പം പെട്ടെന്ന് അതിന് അൺഫിറ്റ് ആകുകയും ഇപ്പോൾ അത് പൊളിച്ചു മാറ്റി ഇപ്പം ഈ ആശുപത്രി തൊട്ട് താഴെ ഒരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. പെട്ടിമുടി ഇങ്ങനെയുള്ള ഒത്തിരി മേഖലകളിലുള്ള ആദിവാസി കുടിയിലുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നത്. ഇത്രയും മനോഹരമായ ഒരു ബിൽഡിംഗ് ഇവിടെ പണി എത്രയും പെട്ടെന്ന് സ്പീഡിലാണ് നടക്കുന്നത്. 1,60,00,000 രൂപയോളം ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് പരിമിതമായ സൗകര്യത്തിലാണ്. തോട്ടമേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ആദ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ചികിത്സാലയത്തെ പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.